അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു. കേസിൽ പിടിയിലായ അനീഷയെയും ഭവിനെയും ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. സനു കെ സജീവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സനു, തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ഇന്ന് നൽകുക. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കണ്ടെത്തിയിട്ടുള്ള ആ കുട്ടികളുടെ അസ്ഥികളെന്ന് കണ്ടെത്തിയിട്ടുള്ള ആ വസ്തുക്കൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അതായത് അത് ഉറപ്പിച്ചിട്ടില്ല, വസ്തുക്കൾ എന്ന് പറയുന്നത് കാരണം അത് ഉറപ്പിച്ചിട്ടില്ല, അത് കുട്ടികളുടേതാണ് കുഞ്ഞുങ്ങളുടേതാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഉറപ്പുകളൊന്നുമില്ല. ഈ പ്രതികൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ള അനീഷയും അതേപോലെ തന്നെ ഭവനും കാട്ടി നൽകിയ പ്രദേശങ്ങളിൽ ഇന്നലെ പോലീസ് നടത്തിയിട്ടുള്ള തെരച്ചിലിൽ കിട്ടിയിട്ടുള്ള വസ്തുക്കൾ എന്ന് മാത്രമാണ് പോലീസും പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രമേ അത് ഈ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടേതാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരൂ എന്നുള്ള ഈ അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഈ വസ്തുക്കൾ DNA പരിശോധനയ്ക്കായിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുമെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വസ്തുക്കൾ ഈ കുഞ്ഞുങ്ങളുടേതാണ് ഈ അസ്ഥികളെങ്കിലും അത് ഇവർ ഈ അച്ഛനും അമ്മയും, അതായത് ഭവിനും അനീഷയുമാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുക അസാധ്യം, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് DNA പരിശോധനയിലൂടെ അത് ഇവരെ മാതാപിതാക്കളാണെന്ന് തെളിയിക്കാൻ സാധിച്ചാലും ഇത് കൊലപ്പെടുത്തുകയായിരുന്നോ എന്നുള്ള കാര്യത്തിലേക്ക് എത്തുക അസാധ്യമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ മറ്റ് വസ്തുക്കളൊന്നും പോലീസിന് തെളിവുകളായിട്ട് ലഭിച്ചിട്ടില്ല. ആകെ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത് ഏതാനും അസ്ഥി കഷണങ്ങൾ മാത്രമാണ്. ഇത് വെച്ച് എത്രത്തോളം കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി, വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു തെളിവ് കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിത ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ കുട്ടികൾക്ക് ജന്മം നൽകുന്ന സമയം ഈ അനീഷ ഈ ദൃശ്യങ്ങൾ, അതായത് ഈ കുട്ടികളുടെ ചിത്രവും അതേപോലെ തന്നെ ദൃശ്യങ്ങളും പകർത്തി ഭവിന്റെ മൊബൈലിലേക്ക് അയച്ചു നൽകിയിരുന്നു. ആ കാലഘട്ടത്തിൽ ഭവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ പിന്നീട് നശിപ്പിച്ചു എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ആ മൊബൈൽ എവിടെയാണ് നശിപ്പിച്ചത്, എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ഭവനിൽ നിന്നും ചോദിച്ചറിയുകയാണ് പോലീസ്. അതിനുശേഷം ഈ മൊബൈൽ ഫോണും ഈ ദൃശ്യങ്ങളും വീണ്ടെടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവരിലേക്ക് കൂടുതൽ തെളിവുകൾ സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടാമത്തെ പ്രയോറിറ്റി ആയിട്ട് കാണുന്നത് ഈ നശിപ്പിക്കപ്പെട്ട മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഈ അവിടുന്ന് സ്ഥലത്തു നിന്ന് മാറ്റപ്പെട്ട മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. അതിനായിട്ട് ഇന്നലെ ഈ ഇരുവരെയും ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി ഈ മറവ് ചെയ്തിട്ടുള്ള, അല്ലെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് പുറത്ത്, അതായത് ഈ രണ്ടുപേർക്കല്ലാതെ മറ്റ് പുറത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, പ്രതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ ഭവിൻ അദ്ദേഹത്തിന്റെ ഏതാനും സുഹൃത്തുക്കളോട് തങ്ങൾക്ക് ജനിച്ച കുട്ടിയുടെ അസ്ഥികൾ ഇത്തരത്തിൽ മാറ്റപ്പെട്ട് അല്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഈ അന്വേഷണ സംഘം പരിശോധനകൾ നടത്തും, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭവിന്റെ വീടിന് തൊട്ട് സമീപത്തുള്ള തോട്ടിൽ നിന്നുമാണ് ഈ അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കുട്ടിയുടെ കൈയുടെ ഭാഗങ്ങളാണ് ഇന്നലെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. അതായത് കല്ലുകളടക്കം, അതായത് ഈ കുട്ടീനെ അവിടെ മറവ് ചെയ്തതിന് ശേഷം കല്ലുകളടക്കം ഇതിന് മുകളിൽ അടുക്കി വെച്ച നിലയിലായിരുന്നു എന്നാണ് ഇവിടെ ഈ സ്ഥലപരിശോധന നടത്തിയ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇത് ഒഴുകി പോകാതിരിക്കാൻ, അല്ലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒരു കരുതൽ നടപടി ഭവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും നമ്മൾക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും ഇന്ന് രാവിലെ ഫോറൻസിക് സർജനായിട്ടുള്ള ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം ഈ വസ്തുക്കൾ, ഈ എല്ലും കഷണങ്ങൾ തിരുവനന്തപുരത്തേക്ക് DNA പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. ശരി സാർ.